ഈ പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളെ കണ്ടിട്ടുണ്ടോ? വളരെ പേടിച്ചു പറച്ചാണ് പലരും യാത്ര ചെയ്യുന്നത്. സീറ്റിൽ ഇരിക്കാൻ അവർക്ക് അനുവാദമില്ല, അവർ നിൽക്കണം. ബസ്സിൽ കയറുന്നത് തന്നെ കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും ഒരു ഔദാര്യം പോലെയാണ്. എന്ന് കയറി കിട്ടിയാലോ പിന്നെ അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ എന്നുള്ളത്. ഒരു കൺസെഷൻ ടിക്കറ്റ് യാത്ര ചെയ്യുന്നു എന്നൊരൊറ്റ കാരണമുണ്ട്. ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്, എന്നറിയോ? ഈ പറയുന്നവരുടെയൊക്കെ വീട്ടിലും ഇതുപോലെ കുട്ടികളുണ്ട്, അവരും സ്കൂളിൽ പോകുന്നുണ്ട്. അവരുടെ അതേ പ്രായത്തിലുള്ള കുട്ടികൾ തന്നെയാണ് ഇത്. പക്ഷെ അതൊന്നും ചിന്തിക്കൂല. അവർ ആക്രോശിച്ചുകൊണ്ട് ആ കുരുന്നു മനസ്സുകളുടെ മണ്ടയ്ക്ക് ചാടും. എല്ലാവരും അല്ല കേട്ടോ, ഒരു വിഭാഗം. എന്നാൽ തൻ്റെ ബസ്സിൽ യാത്ര ചെയ്യുന്ന കുട്ടികളെ തൻ്റെ മക്കളെക്കാൾ നന്നായി കാണുന്ന, ആ കരുതലോടെ കാണുന്ന കണ്ടക്ടർമാരും ഡ്രൈവർമാരും ഒരുപാടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഡ്രൈവറുടെ ഡോറ് തുറന്ന ആ ഭാഗത്തു കൂടി കുട്ടികളെ വളരെ പെട്ടെന്ന് പുറത്തിറങ്ങാൻ സഹായിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഡ്രൈവറെ കണ്ടിരുന്നു. അത്രയ്ക്ക് തിരക്കുണ്ട് ആ ബസ്സിൽ. അതാണ് ഒരു വാത്സല്യത്തോടെ തൻ്റെ മക്കളെ പോലെ ചേർത്ത് മുകളിൽ നിന്ന് താഴേക്ക് പിടിച്ചിറക്കുന്ന ഒരു ഉത്തരവാദിത്തമുള്ള രക്ഷകർത്താവിനെ ആ ഡ്രൈവറിൽ കണ്ടിരുന്നു. കുട്ടികളെ, വിശേഷിച്ച് വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ അസഭ്യം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രൈവറ്റ് ബസ്സിലെയും KSRTC ബസ്സിലെയും കണ്ടക്ടർമാരെയൊക്കെ വളരെ ശാസിക്കാറുണ്ട്. എന്നാൽ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ നിങ്ങളുടെ മനസ്സ് നനയിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്, സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടതും ഇതാണ്. ഇത്തരത്തിൽ കരുതൽ കൊടുത്ത് വളർത്തുന്നവരാണ്, അത് അനുഭവിച്ച് വളരുന്ന കുട്ടികളാണ് നാളെ അതേ ഉത്തരവാദിത്തത്തിൽ എത്തുമ്പോൾ മറ്റുള്ളവരോട് നന്നായി പെരുമാറാൻ കഴിയുക. അതല്ലാതെ വളരെ മോശമായി പെരുമാറ്റം കൊടുത്ത് വളർത്തുന്നവരെ നാളെ സമൂഹത്തിൽ വളരെ മാന്യന്മാരാകണമെന്ന് വാശി പിടിക്കരുത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ കുട്ടി നാളെ ഉത്തമനായ, സാമൂഹ്യ സ്നേഹമുള്ള, സഹവർത്തിത്വമുള്ള, രാഷ്ട്രബോധമുള്ള, പൗരബോധമുള്ള ഒരാളായി തീരും. അതിനുള്ള കരുതൽ ആ കണ്ടക്ടർ ആ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്.